ഇന്നൊരു ബീച്ചിലേക്കുള്ള യാത്രയാണ്. ബീച്ചിലേക്കാന്ന് അറിഞ്ഞപ്പോൾ ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടുപേർക്കും. കാരണം മറ്റൊന്നുമല്ല, അവർ വീട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗെയിംസും ക്രാഫ്റ്റ് വർക്കും ടിവിയും ഒക്കെ ആയിട്ട് അവർ ഹാപ്പി ആയിരുന്നു. ബീച്ചിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അനുവേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയേ. അവിടെ കുറച്ചു നേരം ഫിഷൊക്കെ കണ്ട് അടങ്ങിയിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേർക്കും അതിലേക്ക് ഇറങ്ങണം, ഫിഷിനെ തൊടണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയി. അതുകൊണ്ട് രണ്ടുപേരെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയേ. അപ്പോൾ ഇതാ അടുത്തത് ബീച്ചിലേക്കുള്ള യാത്രയാണ്. മിനി ഗോവയിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തതെങ്കിലും അടുത്ത് ഏതാണോ ബീച്ച് കിട്ടുന്നത് നമുക്ക് അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പോൾ ഇത് ഞങ്ങളൊരു സ്ഥലത്തെത്തി. പക്ഷെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് മാറി മിനി ഗോവയിലേക്ക് പോവുകയാണേ. കാർ പാർക്ക് ചെയ്തിട്ട് കുറച്ചധികം നടക്കാനുണ്ടേ. ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോഴേക്കും രണ്ടുപേരും മടുത്തു പോകുന്നു. പക്ഷെ രണ്ടുപേരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ എടുക്കാനോ മടിയായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇനിയിപ്പോൾ അവരുടെ ടൈമാണ്. എത്തിയപ്പോഴേക്കും രണ്ടുപേരും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ഇവരെ വെള്ളത്തിലേക്കൊക്കെ ഇറക്കി കുറച്ചധികം ദൂരത്തേക്കൊക്കെ പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് രണ്ടുപേരും ഇരുന്ന് കളിക്കായിരുന്നേ. ആദ്യം അതൊക്കെ ആയിരുന്നെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും ഷെൽസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഈ ഹാപ്പിനെസ് കാണുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ്. ഈ ടൈമിൽ രണ്ടുപേരും ഫോട്ടോസ് എടുക്കാനും വീഡിയോസിനൊന്നും പോസ്റ്റ് ചെയ്യാൻ റെഡിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും കുറച്ച് ക്യാൻഡിഡ്സ് മാത്രം കളക്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് അനുവേട്ടൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ റെഡിയായേ. ബീച്ചിലേക്കില്ല എന്ന് പറഞ്ഞ രണ്ടുപേർക്ക് ഇപ്പോൾ ബീച്ചിൽ നിന്ന് തിരിച്ചു വരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോകുമ്പോഴെങ്കിലും അവർക്ക് നടക്കാൻ മടിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണേ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്.